ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 4 ചേരുവകൾ കൊണ്ട് 10 മിനിറ്റിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഒരു എസൻസിൻ്റെ ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ. നോക്കാം എങ്ങനെയാണെന്ന്. അപ്പം ഞാനിവിടെ 2 ആപ്പിളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഏകദേശം 400 ഗ്രാം വരും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം തോലൊക്കെ കളയാം. അതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml-ൻ്റെയാണ്. 1/2 കപ്പ് പാല്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒട്ടും തരിയില്ലാതെ നല്ലവണ്ണം അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലോട്ട് 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് പാലൊഴിച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആപ്പിൾ ഒഴിച്ചു കൊടുക്കുക. ചുവട് കട്ടിയുള്ള പാൻ വേണം എടുക്കാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. തീ ഇപ്പോൾ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് ഞാൻ സിമ്മിലിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് തിക്കായി വരണം. തീ കൂട്ടിയിടരുത്, ഇത് പെട്ടെന്ന് തന്നെ തിക്കാവും. നന്നായിട്ട് ഇളക്കുകയും വേണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. കട്ട പിടിക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു കുറുക്കിൻ്റെ പരുവത്തിൽ ആയി വരണം. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് സെറ്റ് ചെയ്യേണ്ട പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ബൗളുകളാണ് എടുത്തിരിക്കുന്നത്. ഇതിലെല്ലാം ഞാൻ ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് തടവി കൊടുക്കുകയോ വല്ലതും ചെയ്യുക. പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് നമുക്ക് പുഡിങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചെറിയ ബൗൾ തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് വലിയ പരന്ന പാത്രമായിരുന്നാലും മതി. 3 ഒഴിച്ചിട്ടുണ്ട്. ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് നമുക്ക് ആപ്പിളിൻ്റെ ചെറിയ പീസസ് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. 3 മണിക്കൂറെങ്കിലും എടുക്കും സെറ്റായി വരാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ എന്ത് കാര്യം വയ്ക്കുമ്പോഴും നമ്മൾ തുറന്ന് വയ്ക്കാൻ പാടില്ല, അടച്ചിട്ട് വയ്ക്കുക. ഞാനിപ്പോൾ ഫോയിലിൻ്റെ കപ്പ് കൊണ്ട് അടച്ചിട്ടാണ് വെച്ചിരുന്നത്. ആണ്ടോ പുഡിങ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. വായിലിട്ട് അലിഞ്ഞു പോവും. നല്ല ടേസ്റ്റാണ് ആപ്പിളിൻ്റെയും പാലിൻ്റെയൊക്കെ. വേറെ നമ്മളിതിൽ എസൻസ് ഒന്നും ചേർക്കണില്ല. നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്ക് പുറത്തുനിന്നൊക്കെ പുഡിങ് വാങ്ങി കൊടുക്കുന്നതിനേക്കാൾ ഹെൽത്തിയാണ്. വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഗസ്റ്റുകളൊക്കെ വരുമ്പോഴും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.